നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ 5 മത്സരങ്ങളിൽ അവർക്ക് തോൽക്കേണ്ടി വന്നിരുന്നു. അതിനുശേഷം ഫെയനൂർദിനെതിരെയുള്ള മത്സരത്തിൽ അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 3 ഗോളുകളുടെ ലീഡ് കൈവിട്ടുകൊണ്ട് അവർ സമനില വഴങ്ങുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തൻ്റെ കരിയറിൽ ആദ്യമായിക്കൊണ്ടാണ് പെപ്പിന് ഇത്രയും പരിതാപകരമായ ഒരു അവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മോശം പ്രകടനത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ESPN വിലയിരുത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡിഫൻസ് ദുർബലമായി എന്നുള്ളത് തന്നെയാണ്. നിലവിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്രതിരോധ നിര വളരെ മോശമാണ്. മിക്ക മത്സരങ്ങളിലും അവർക്ക് ഗോളുകൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഓരോ മത്സരം കൂടുന്തോറും അവരുടെ ഡിഫൻസ് കൂടുതൽ മോശമായി വരികയാണ്. രണ്ടാമത്തെ പ്രശ്നം പെപ്പിൻ്റെ ചെറിയ ടീം തന്നെയാണ്. അതായത് ഒരിക്കലും ഒരു വലിയ സ്ക്വാഡ് ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പരിശീലകനാണ് പെപ്പ്. സമീപകാലത്ത് സനെ, ആൽവരസ്, കാൻസലോ എന്നിവരൊക്കെ ക്ലബിനോട് ഇവിടെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ പരിക്കുകൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായ ബാക്കപ്പുകൾ ഉപയോഗപ്പെടുത്താൻ അവിടെ ഉണ്ടാവില്ല, അത്തരത്തിലുള്ള താരങ്ങൾ ലഭ്യമായിരിക്കില്ല എന്നുള്ളതാണ്. ഇത് ടീമിനെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ ടീമിൻ്റെ ബാലൻസ് ഇല്ലായ്മയാണ്. ഹാലൻഡിൻ്റെ ഗോളടിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ടീമിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഡിബ്രൂയിന, റോഡ്രി എന്നിവരെ മാഞ്ചസ്റ്റർ സിറ്റി അമിതമായി ആശ്രയിക്കുന്നുണ്ട്. ഈ താരങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ടീമിൻ്റെ താളം തെറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എപ്പോഴും ഒരു കൃത്യമായ ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു പരിശീലകന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാലാമത്തെ കാര്യം, പഴയ പോലെ ആ ഒരു പ്രസ്സിങ് ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഹാലൻഡ് വന്നതോടുകൂടി ടീമിൻ്റെ ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ക്രമേണ പെപ്പിൻ്റെ ആ ഒരു പ്രസ്സിങ് ടാക്ടിക്സ് കുറഞ്ഞു വരുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് വർക്കാവുന്നുമില്ല. അതിൻ്റെ പ്രശ്നവും ഇപ്പോൾ ടീമിനെ അലട്ടുന്നുണ്ട്. ഇങ്ങനെ 4 കാരണങ്ങളാണ് ESPN ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും വരുന്ന ജനുവരിയിൽ കൂടുതൽ താരങ്ങളെ എത്തിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും ഈ പരിശീലകൻ നടത്തുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുമെത്താം.